സജു ദേവസിയാണ് ചേരുന്നത്. സജു, ഈ കണക്കുകളൊക്കെ തന്നെയും ഞെട്ടിക്കുന്നതാണ്. രാജ്യത്ത് പട്ടികയിൽ 21ാമതാണ് എന്നത് ഒട്ടും ആശ്വസിക്കാൻ വക നൽകുന്നതല്ല. ഏറ്റവും ഗുരുതരമായ കാര്യം, നമ്മളിത് വർഷങ്ങളായി പറയുന്നതാണ്, ഏലൂരിലെ സാഹചര്യം ഗുരുതരമാണ് എന്നുള്ളത്. 8500 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു, 326 കമ്പനികൾ, അതിൽ 112ഉം റെഡ് കാറ്റഗറി വ്യവസായം എന്നുള്ള നിലയ്ക്ക് തന്നെ പരിഗണിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അത് എത്രത്തോളം അവിടുത്തുകാരെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ്. വിനീത, നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, വ്യവസായികൾ നമ്മുടെ നാടിന് വേണം, ഉറപ്പായും അത്തരം പദ്ധതികളൊക്കെ വരട്ടെ. പക്ഷേ അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നിലവിൽ രാജ്യത്തുള്ള നിയമങ്ങൾ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏലൂരിനെ പക്ഷേ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് എന്താണ് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏലൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജിലാണ്. ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, അതായത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പലതവണ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇത്രയും രൂക്ഷമായിരിക്കും എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും അതിരൂക്ഷമായ ദുർഗന്ധമാണ്. അതായത് നമ്മൾ ശ്വാസം മുട്ടി വീണുപോകും എന്ന് തോന്നിപ്പിക്കുന്ന ദുർഗന്ധമാണ്. ആർക്കും ഏത് സമയത്തും, കുറച്ച് മഴയുള്ള സമയത്ത് വന്നാൽ ഈ പുക, അതായത് കമ്പനികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക ഇവിടെ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഉയരത്തിൽ തന്നെ തങ്ങി നിൽക്കും. ആ മഴ മാറി മാണം തെളിഞ്ഞാലേ അത് പോവുകയുള്ളൂ. ഇപ്പോൾ അല്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിരൂക്ഷമായ ഗന്ധമാണ്. അത് കാലങ്ങളായി ഇവിടുത്തെ മനുഷ്യർ അനുഭവിക്കുകയാണ്. പല നിയമ പോരാട്ടങ്ങൾ കണ്ടവർ കോടതിയിൽ പോയി, കോടതിയുടെ ഉത്തരവും നിർദ്ദേശവും കൊണ്ട്, ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഇടപെടലുണ്ട്. ഇവിടെ ബയോ ഫിൽട്ടർ സ്ഥാപിക്കണം. അങ്ങനെ പുറത്തേക്ക്, അതായത് വളരെ ടോക്സിക്കായ വാതകങ്ങൾ പുറത്തേക്ക് ഫിൽട്ടർ ചെയ്ത് തള്ളിയാൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത്, അല്ലെങ്കിൽ വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിയും. അത് ആശ്വാസമാകും. സജോ, ആ ഭാഗത്ത് കൂടി പോയാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടുന്ന നിലയാണ്. അപ്പോൾ സ്ഥിരമായി അവിടെ താമസിക്കുന്ന, ഇത് കോടമഞ്ഞല്ല, ഭംഗിയുള്ള കോടമഞ്ഞൊന്നുമല്ല നമ്മൾ കാണുന്നത്. ഏലൂരുകാരെ ശ്വാസം മുട്ടിക്കുന്ന വിഷപ്പുകയാണ് എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ഓരോ തവണയും നമ്മൾ അവിടുത്തുകാരോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള, അലർജി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സജോ പറഞ്ഞതുപോലെ വ്യവസായങ്ങൾക്ക് നമ്മൾ എതിരല്ല, പക്ഷേ ഈ മലിനീകരണ തോത് ഇങ്ങനെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഏലൂരിനെ മാത്രമല്ല, ഇനി തൊട്ടടുത്ത മേഖലകളെ കൂടി ബാധിക്കാൻ പോവുകയാണല്ലേ? ഉറപ്പായും. അതായത് ഏലൂർ, കടുങ്ങല്ലൂർ, വരാപ്പുഴ, അങ്ങനെ പരിസര പ്രദേശങ്ങളിലെല്ലാം എല്ലാം കൂടി ഇവിടെയുള്ള ആളുകളുമായി നേരത്തെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് ബാധിക്കും. അത് ഈ ആകാശം എന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ലല്ലോ, മറ്റിടങ്ങളിലേക്ക് കൂടിയും പടരും എന്നതാണ്. നമുക്കിങ്ങനെ ദൃശ്യങ്ങൾ പോയാൽ കാണാം. ഇതൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടണം. പലപ്പോഴും നിയമ പോരാട്ടം നടന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ, പലപ്പോഴും കോടതി വിധികളുണ്ട്. ഈ പുറത്തു വരുന്നത് ആദ്യത്തെ പഠന റിപ്പോർട്ടല്ല. ഇവിടെ തന്നെ ഇതിൻ്റെ സൂചിക കണക്കാക്കുന്ന, അതായത് മലിനീകരണ തോതിൻ്റെ സൂചിക കണക്കാക്കാൻ വേണ്ടി വിവിധ ഇടങ്ങളിൽ അതിന് പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. PCB ആണ്, മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത്. അതായത് ഇപ്പോൾ ബയോ ഫിൽട്ടർ സ്ഥാപിക്കണം, ടോക്സിക്കായ വാതകങ്ങൾ പുറത്തേക്ക് പുറന്തള്ളുന്നില്ല, അത് ഫിൽട്ടർ ചെയ്താണ് പുറന്തള്ളുന്നതെന്ന് ഉറപ്പിക്കണം എന്ന് തുടങ്ങി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ത് ഇടപെടലാണ് നടത്തുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഉറപ്പായും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം. അവർ കാര്യക്ഷമമായി ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകും. അതായത് ഇത് വ്യവസായ മേഖലയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യവസായ മേഖലയാകുമ്പോൾ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതും അല്ലാത്തതുമായ വിവിധങ്ങളായ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകും. അത് കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകളോട് പലരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല, വീട് പൂർണ്ണമായും അടച്ചുപൂട്ടി അകത്തിരിക്കും. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ ശ്വാസം മുട്ടി വീണു പോകുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത്രയും ഏരിയയിലുള്ള ആളുകൾ തുടർച്ചയായി ഈ മേഖലയിൽ മുഴുവൻ ദുർഗന്ധം, നമ്മൾ വലിയ വേസ്റ്റുകളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു ദുർഗന്ധം പിടിച്ച പ്രദേശത്ത് പോയാൽ തന്നെ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ പക്ഷേ കുറച്ചുകൂടി രാസ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെട്ട തരത്തിലുള്ള ഈ ദുർഗന്ധം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം ഇതിൽ അന്തരീക്ഷത്തിൽ കലരുന്ന പലതരം ടോക്സിക്കായ വാതകങ്ങളുണ്ട്. അതായത് ഈ പലതരം നിർമ്മാണ വ്യവസായ കമ്പനികൾ പുറന്തള്ളുന്ന, നമ്മൾ കാണുകയാണ് ദൃശ്യങ്ങളിൽ തന്നെ, ആകാശ ദൃശ്യങ്ങൾ, ഡ്രോൺ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ പുകക്കുഴലുകൾ ഏലൂരിനെ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സജോ ചോദിച്ചതുപോലെ തന്നെ ഈ മലിനീകരണത്തെക്കുറിച്ച് എന്താണ് ഇവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പറയാനുള്ളത്?